ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ എല്ലാവരെയും വലിച്ചു കീറുന്ന ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത്. കയ്യുടെ PR വർക്കുകളെല്ലാം പൊക്കിയിട്ടുണ്ട്. അപ്പോൾ PR വർക്ക് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, PR വർക്കിന് വേണ്ടി ക്യാഷ് കൊടുത്തിട്ട് വന്നവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്ന 11 ആൾക്കാർക്കും PR വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഉണ്ടോ ഇല്ലയോ എന്നല്ലേ. അപ്പോൾ അവർക്ക് തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അതിലാരും കോമൺ പ്ലെയർ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് PR വർക്ക് അറിയത്തില്ല, അല്ല ഞാൻ PR വർക്ക് എന്താണെന്ന് കേട്ടിട്ടില്ല, എനിക്കില്ല. അതുമല്ല എൻ്റെ 5 വർഷമായിട്ട് ബിഗ് ബോസ് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും PR വർക്ക് എന്താണെന്ന് അറിയാതെ ഇതിൽ കടന്നു വരുന്ന ഒരാളായിരിക്കില്ല അനീഷ്. ഞാൻ എന്തായാലും അനീഷിന് സപ്പോർട്ടായിട്ടുള്ള ഒരാൾ തന്നെയാട്ടോ. എനിക്കിഷ്ടമാണ് അനീഷിൻ്റെ ഗെയിം, ഒരുപാട് ഇഷ്ടമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മറിന് മീഡിയ അനീഷിനെ അങ്ങ് എന്താണ് താറടിച്ച് സംസാരിക്കുന്നുണ്ട്. അനീഷിനെ അങ്ങ് താഴ്ത്തി കെട്ടി അനീഷിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ആരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത്, ആർക്കൊപ്പമാണെന്ന് ഒക്കെ നമുക്കറിയാം. പിന്നെ PR വർക്ക് എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അനീഷ്. മാത്രമല്ല ഇതിപ്പം നമ്മൾ ഗെയിം കളിക്കുന്നവരെല്ലാവരും സത്യസന്ധതയോടെയാണോ ഗെയിം കളിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അവിടെ ജെന്യൂനായിട്ട് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് 1-2 പേരൊക്കെ പേര് പറയാമെങ്കിൽ പറയാം. ഇപ്പം നേരത്തെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ വെറുപ്പിക്കുന്നുണ്ട്, ഇപ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരുന്നവർ നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല എവിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം അതിൽ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തി നേരത്തെ പോകേണ്ട ആൾ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കും അത് ആരാന്ന്. പിന്നെ ഇനിയിപ്പോൾ സാബുമോൻ്റെ പേര് നമുക്കിനി മാറ്റണം. സാബുമോൻ എന്ന പേര് മാറ്റി വല്ല ലക്കിമാൻ ആക്കണം കേട്ടോ. അതെന്തോ ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് പോകുന്ന ഒരാളാണ്, അല്ലാതെ ഗെയിമോ ഒന്നും തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. അയാളുടെ സ്ക്രീൻ സ്പേസ് തന്നെ വളരെ വിരളമാണ്, കാണാൻ പറ്റാത്തതാണ്. പിന്നെ ആ പ്രോഗ്രാമിൻ്റെ ആ ഒരു ടൈമിൽ മാരത്തോൺ ഡാൻസ് അതിലൊക്കെ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലക്കിമാൻ ഇങ്ങനെ നിൽക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ കളിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും കൂടുതൽ പുറത്തോട്ട് പോകുന്നത്. എന്നാന്ന് പറഞ്ഞാൽ അവരുടെ കളികൾ എന്താണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കളികളും പരദൂഷണം പറയുന്നവർ, പിന്നെ എന്താണ് പിന്നിൽ നിന്ന് കുത്തുന്നവരൊക്കെ പോകേണ്ടവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പോകുന്നവർ പോവുകയാണ് നല്ലത്. അപ്പോൾ ഇന്ന് എന്തായാലും ലാലേട്ടൻ എല്ലാവരെയും നല്ലപോലെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നതെന്ന്. പിന്നെ ഇപ്പോൾ വോട്ടിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ അനീഷ് തന്നെയാണ് മുന്നേ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ലെവലിൽ അനീഷാണ് മുന്നേ നിൽക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് ബിന്നിയാണ് കേട്ടോ. അപ്പോൾ ബിന്നിയാണ് എവിക്റ്റായി പോയെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പോകേണ്ട ആൾ തന്നെയാണ്, നേരത്തെ പോകേണ്ട ആളാണ്. പിന്നെ പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ പോയിരുന്ന ആൾക്കാരൊക്കെ ഇനി നിൽക്കേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ പ്രേക്ഷക പിന്തുണയാണോ അതോ ഇതിൽ വേറെ വല്ലതും ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. പ്രേക്ഷകരുടെ വിധി പ്രകാരമാണെങ്കിൽ പൊക്കോട്ടെ.